തുളസി മാനസ മന്ദിർ. വാരണസിയിലെ ദുർഗാകുണ്ട് പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ദുർഗാ മന്ദിരത്തിന് തൊട്ടടുത്ത് തന്നെ സങ്കടമോചന ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 700 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇവിടെ നിന്ന് പ്രശസ്ത വ്യവസായ കുടുംബമായ ബിർള കുടുംബമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. 1964 ക്ഷേത്രം നിർമ്മിച്ചത്. ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ആ സമയത്താണ്. വെളുത്ത മാർബിളിൽ തീർത്ത മനോഹരമായ ഒരു വാസ്തു വിദ്യയാണ് ഇതിനുള്ളത്. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായും സാംസ്കാരികപരമായും വലിയ പ്രാധാന്യമാണുള്ളത്. പണ്ടുകാലത്ത് രാമായണം സംസ്കൃത ഭാഷയിൽ മാത്രമാണ് ലഭ്യമായിരുന്നത്. സാധാരണക്കാർക്ക് അത് വായിക്കാനോ മനസ്സിലാക്കുവാനോ പ്രയാസമായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ മഹാകവി തുളസീദാസ് ഈ സ്ഥലത്തിരുന്നാണ് സാധാരണക്കാരുടെ ഭാഷയായ അവധിയിൽ രാമായണം രചിച്ചത് എന്ന് പറയുന്നു. അതായത് ഇതിനെ രാമചരിത മാനസം എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീരാമൻ നേരിട്ട് നൽകിയ പ്രചോദനത്തിലാണ് അദ്ദേഹം ഇത് രചിച്ചത് എന്ന് വിശ്വാസം. മാനസ എന്നാൽ മനസ്സ്, തടാകം എന്നാണ്. മനസ്സ് അല്ലെങ്കിൽ തടാകം എന്നൊക്കെയാണ് സാധാരണ അർത്ഥമുണ്ടാവുക. തുളസീദാസിന്റെ മനസ്സിലെ രാമഭക്തിയാകുന്ന തടാകത്തിൽ നിന്നും ഒഴുകി വന്ന കഥ എന്ന അർത്ഥത്തിലാണ് ഈ തുളസി മാനസ മന്ദിരം അല്ലെങ്കിൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്, ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് രാമായണം രചിച്ച അതേ സ്ഥലത്ത് തന്നെയാണെന്നും പറയുന്നു. അതിനാൽ തന്നെ ഭക്തർക്ക് അതീവ പവിത്രമായ ഒരു സ്ഥലം കൂടിയാണിത്. കാശി ശിവന്റെ നഗരമാണെങ്കിലും ശിവൻ തന്നെ രാമനാമം ജപിക്കുന്നു എന്നാണ് വിശ്വാസം. തുളസീദാസ് കാശിയിൽ രാമകഥ പ്രചരിപ്പിച്ചപ്പോൾ അത് തടയാൻ പലരും ശ്രമിച്ചുവെന്നും എന്നാൽ ഭഗവാൻ ശിവന്റെയും ഹനുമാന്റെയും അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും ഐതിഹ്യങ്ങൾ പറയുന്നു. ഈ ക്ഷേത്രത്തിന് പുരാതനമായ ഒരു കെട്ടുകഥയേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ വചനം എല്ലാവർക്കും തുല്യമാണ് എന്ന സന്ദേശമാണ് നൽകുവാനുള്ളത്. ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ രാമായണം മുഴുവൻ കുത്തിവെച്ചിരിക്കുകയാണ്. അറിവ് എല്ലാവരിലേക്കും എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. രാവിലെ 5:30 മുതൽ 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 9 മണി വരെയുമാണ് ഇവിടെ ക്ഷേത്രത്തിന് ദർശനമുണ്ടാവുക. രാവിലെ 6 മണിക്കും വൈകുന്നേരം 7 മണിക്കും ആരതികൾ ഉണ്ടാവാറുണ്ട്. ഈ ക്ഷേത്രത്തിലെ സമയങ്ങൾക്ക് ചില സമയങ്ങളിൽ ചില മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. പ്രത്യേക വസ്ത്രധാരണ ചട്ടങ്ങളൊന്നും തന്നെ ഈ ക്ഷേത്രത്തിൽ നിലവിലില്ല എങ്കിലും മാന്യമായ ഇന്ത്യൻ വേഷവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏവർക്കും ഉചിതം. വാരാണസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 7 കിലോമീറ്റർ ദൂരെയാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുർഗാമന്ദിരവും സങ്കടമോചന ഹനുമാൻ ക്ഷേത്രവുമൊക്കെ ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് വളരെ മനോഹരമായൊരു പൂന്തോട്ടമുണ്ട്. ഇത് എല്ലാവർക്കും ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് നൽകുന്നത്. അപ്പോൾ സാധനാബോധത്തിനൊപ്പം നമുക്ക് സന്ദർശിക്കാം തുളസി മാനസ മന്ദിരം.